ഓരോ കഥാകാരൻ്റെയും തൂലികയിലേക്ക് പുതിയ സൃഷ്ടികൾ എത്തിച്ചേരുന്നത് അവൻ്റെ ഭാവനയിലൂടെയാണ്. എന്നാൽ ഈ കഥ തികച്ചും അപ്രതീക്ഷിതമായി ഞങ്ങളെ തേടി ഞങ്ങളുടെ അരികിലേക്ക് വന്നു ചേരുന്നു. ഒരു കട്ടിലിന്റെ കഥ. വായിക്കണം ബുക്ക്. ഞാൻ വായിച്ചിട്ട് തരാം. ഇല്ല, എനിക്കിപ്പോ വായിക്കണം. ചേച്ചി എനിക്ക് ബുക്ക് തരുന്നില്ല. പിന്നെ വായിക്കാം. ചേച്ചി വായിച്ചു കഴിഞ്ഞേട്ടാ. ഈ കഥ എങ്ങനെ തുടങ്ങണം, ഇതിലെ കഥാപാത്രങ്ങൾ എങ്ങനെയായിരിക്കണം എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നു. വിദ്യാസമ്പന്നരായിരുന്ന മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് സന്തോഷത്തോടും ധൈര്യത്തോടും മറ്റു ഗ്രഹങ്ങളിൽ എത്തി നിൽക്കുന്ന ഈ വേളയിൽ അറിവില്ലായ്മയിൽ നിന്ന് ഉത്ഭവിച്ച വിശ്വാസവും അന്ധവിശ്വാസവും ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. വിശ്വാസവും അന്ധവിശ്വാസവും തികച്ചും ഓരോ മനുഷ്യരുടെ കാഴ്ചപ്പാടുകൾ തന്നെയാണ്. വിദ്യാസമ്പന്നരായിരുന്നിട്ട് കൂടി അന്ധവിശ്വാസത്തിൻ്റെ പിന്നാലെ പാഞ്ഞ കുറച്ച് ചെറുപ്പക്കാരെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അവരെക്കുറിച്ച് ഞാനൊന്നും കെട്ടിച്ചമയ്ക്കുന്നതല്ല. നിങ്ങൾ തന്നെ അവരെ നേരിട്ട് മനസ്സിലാക്കൂ. എന്ത് പറയുന്നത്? ഞാൻ രാവിലെ വല്ല പറഞ്ഞാൽ എന്നോട് സാധനം മേടിക്കുന്നത് ക്യൂവിൽ നിന്ന് സാധനം മേടിച്ചു വന്നാൽ ചക്കപ്പാട്ട് ഈച്ച വന്ന് എല്ലാം വന്നിരിക്കുന്നു. എന്താണത്? എന്റെ പൊന്നറിയാം. രാജുവിന് വെള്ളം കൊടുത്തിട്ടുണ്ടല്ലോ, ചാനത്തിൽ വെള്ളം പൊടി കിട്ടും. അതെ, വിധിയാണ് ഞാൻ കരുതിക്കോളാം. ഒരെണ്ണം ഒഴിക്കുക, എനിക്ക് ദാഹിക്കുന്നു. എന്നാ പിടി. ഇന്നലെ വിളിച്ചപ്പോ എന്നെ പറഞ്ഞ ആരാണ്ട് കഞ്ചാവിന്റെ ഇലയാണെന്ന് പറഞ്ഞ് സൗന്ദര്യത്തിന്റെ ഇലയും കൊണ്ട് കൊടുത്ത് ഇത്രയും പണം ഒരു കാര്യമില്ല. അടിയിൽ അതിനങ്ങ് വലിച്ചു. അതൊന്നും പറയണ്ട. അവന്മാരെ പറ്റിച്ചാൽ കഞ്ചാവെന്നും പറഞ്ഞ് ചുരിയണത്തിന്റെ ഇല തന്നു. ഞാൻ വലിച്ചു. അവസാനം മൂക്കും മൊത്തം ചൊറിഞ്ഞിട്ട് ഒരു രക്ഷയില്ല. പിന്നെ ഡോക്ടറെ കാണാൻ തോന്നാം. എന്നിട്ട് ഇപ്പൊ ചൊറിഞ്ഞ് പൊട്ടിയത് കാരണം ബാല്യട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കോണ്ട്. അല്ല എടാ നിതീഷേ, നിനക്കെന്നെ പറ്റും? നീ എന്താ ഒരു മുടോട്ടായിട്ടിരിക്കണേ? ഒന്നും പറയണ്ടോ? എനിക്കറിയോ കമ്പനിയിലെ മനുവിലാണ്. അവൻ കാരണം എനിക്കൊരു സ്വസ്ഥതയില്ല കമ്പനിയിൽ. അവൻ ചെയ്യുന്ന എല്ലാ കൊണ്ടുവരുന്നതിനും തിരയിക്കുന്നത് ഞാൻ. അന്ന് മാനേജറിന്റെ മുമ്പിൽ നല്ലപോലെ. ആ നിതീഷ് ഒന്നും ഈ പ്രൊജക്ട് അത്ര പോരെ സാർ. അവനെയൊക്കെ മാറ്റി വേറെ ആളെടുക്കേണ്ട സമയം കഴിയും. എന്ത് പറ്റി? പ്രശ്നം എന്താണ് സാർ? 100 വട്ടം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെ പ്രൊജക്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണം. ഒന്നും ശരിയാവുന്നു. നമുക്ക് നോക്കാടോ, കുറച്ചുകൂടെ നോക്കാന്നേ. സാർ താൻ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയും. നിതീഷിനെ എന്തിനാ വിളിച്ചെന്നറിയോ? നിതീഷിന് എത്ര പ്രാവശ്യം വാർണിംഗ് തരണം? ഒരു കമ്പനിയിൽ ഒരു പെർഫോമൻസിന് ഒരു ലെവലുണ്ട് നിതീഷ്. യു ആർ നോട്ട് അപ് ടു ദ മാർക്ക്. അന്നത്തെ അന്നത്തിനായി അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്മേൽ ആധിപത്യം സ്ഥാപിച്ച് അവരുടെ അന്നത്തിൽ കല്ലിടുന്നത് മുതലാളിമാരല്ല, പിന്നെയോ മുതലാളിമാരുടെ അനുയായികളായി നിൽക്കുന്ന മേൽനോട്ടക്കാരാണ്. പലപ്പോഴും അവനവന്റെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടി മുതലാളിമാർ അറിയാതെയായിരിക്കും ഈ മേൽനോട്ടക്കാരുടെ ചൂഷണം. ഇങ്ങനെ അനുദിനം ചൂഷണത്തിന് വിധേയരാകുന്ന പാവപ്പെട്ട തൊഴിലാളിക്ക് ആനയെയും ആനപ്പിണ്ടത്തെയും പേടിക്കേണ്ട അവസ്ഥയാണ് വന്നു ചേരുന്നത്. ഇതുപോലുള്ള നാശങ്ങൾ കമ്പനിക്ക് വക്കുന്ന എന്നെ പണം പറയാൻ പ്ലീസ് ഒന്ന് പോയി തരാമോ പ്ലീസ്? ശരിയായി. അവൻ ഈ കമ്പനി കടിച്ചതായിട്ട് 3 വർഷമായി. എല്ലാവരുടെ മുമ്പിൽ അവൻ വലിയ നല്ല ഉള്ള കുറെ നാട്ട് കരുതി അവനൊരു പണി കൊടുക്കും. അവൻ ഇച്ചിരി അങ്ങനെ കൂടുതലാണ്. അവന് 8ന്റെ വയലിൽ കൊടുക്കണം. അവനില്ലേ കമ്പനി കൊടുക്കുന്നു. അതേ ഞാൻ മാനേജർ നല്ല പിള്ളേ ബാക്കിയൊരു കഷ്ടപ്പെടുക ഈ ടീം ക്രെഡിറ്റ് മൊത്തം അവന്. അതായത് ഈ പരമ്പര കൊട്ട് മൊത്തം ഉണ്ടെങ്കിൽ പൈസ മൊത്തം മാറിയായിരുന്നു. ജോലി കളയണമെന്ന് എനിക്കില്ല, പക്ഷെ നല്ലൊരു കൊട്ട് കൊടുക്കണം. വീട്ടിലും കൊടുത്ത്
ദേവോദരൊന്നും വേണ്ട. ദേവോദരൊന്നും ഏൽപ്പിക്കാൻ പറ്റാത്ത അച്ഛൻ കൊടുക്കാൻ വേണ്ടി പണിയുണ്ട്, ഒരു 8 രൂപ. പക്ഷെ അത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഓപിച്ചിട്ടില്ലേ, പുള്ളിയുടെ റൂമിലൊരു കട്ടിലുണ്ട്. ആ കട്ടിലേക്ക് കിടന്നിട്ടുള്ള ഒട്ടുമിക്ക പേരും 3 മാസം അതിനപ്പുറം പോയിട്ടില്ല. കുറെ പേരൊക്കെ റിസൈൻ ചെയ്ത് പോയി, കുറെ പേരൊക്കെ ടെർമിനേറ്റ് ആയി പോയി. ലാസ്റ്റ് കിടന്നത് ശംഭുവില്ല. അവനവരുന്ന് വീണു കാലുള്ളൂ. അപ്പൊ നീ പറഞ്ഞു നമുക്ക് മനുവിന്റെ കട്ടിൽ മാറ്റി ആ കട്ടിലോടെ ഇട്ടാൽ ഗോപിച്ചേട്ടന്റെ റൂം മേളിലല്ലേ, മനുവിന്റെ റൂം താഴെ. അവിടെ നീ കട്ടിലെടുത്തോണ്ട് വരുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് സീൻ വേറെ കേട്ടാ. ഗോപിച്ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണി പോയത് തന്നെ. ആദ്യം ബോബിച്ചൻ ഉറങ്ങിയാൽ നോക്കണം, പിന്നെ കോടികൾ ലൈൻ ഉണ്ടാവും നോക്കണം. എടാ ബോബിച്ചേട്ടൻ ഉറങ്ങിയെന്ന് ഞാൻ നോക്കാം, കാരണം എന്റെ ഈ ഫാൻ കംപ്ലൈന്റ് ആയിട്ട് കുറച്ച് ദിവസമായി, പുള്ളിക്കറിയാം. അപ്പൊ ആ കാര്യം പറഞ്ഞ് ഞാനിപ്പോ അങ്ങോട്ട് ചെല്ലാൻ വേണം. എന്നാ പിന്നെ അറിയുമ്പോ അത് നോക്കും, കോടികളുടെ കാര്യം ഞങ്ങൾ നോക്കാം. ഇനി അഥവാ നമ്മൾ പിടിക്കപ്പെട്ടാൽ നമ്മൾ ബേബിച്ചേട്ടന് പണി കൊടുക്കാനെന്ന് പറഞ്ഞ് നാളെ ഏപ്രിൽ കൂടാണ്, ഏപ്രിൽ കൂടെ പണി കൊടുക്കണം. എന്താണ് സോമ ഈ രാത്രിയില് അങ്ങനെ സമ്മതിക്കില്ല? പിന്നെ ഉറക്കല്ലേ രാത്രിയായിട്ട്? എന്താ കാരണം കാര്യം? ചേട്ടാ ഞാൻ വന്നത്, ഞാൻ അന്ന് പറഞ്ഞില്ല എന്റെ റൂമിന്റെ ഈ രാത്രിയിലാണ് എന്റെ റൂമിന്റെ കഥയും കൊണ്ടുവന്നത്. നിനക്ക് നാളെ രാവിലെ പറഞ്ഞൂടായിരുന്നു. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ എന്ന് പറഞ്ഞാൽ നിന്റെ ശല്യം ഞാൻ സഹിച്ചു. ഇവന്റെ കൂർക്കം വലിയായിട്ട് ഉറങ്ങാൻ നോക്കൂല. വേറെ റൂമിലേക്ക് ആക്കാന്ന് കഴിഞ്ഞാലേ മനേരെ ബന്ധുവായി പോയില്ലേ? അല്ലെങ്കിൽ ഞാൻ വേറെ റൂമിൽ ചെക്കൗട്ട് ആക്കുമോ? നമ്മുടെ സംഭവം വീണ് കാലുകൊണ്ട് ഞാൻ കട്ടില്ല. ഞാൻ അവനെ വിളിച്ചിരുന്നു. അവൻ പ്ലാസ്റ്റർ വെട്ടിയിട്ടില്ല, സൈൻ ചെയ്യുന്ന കേൾക്കുന്നത്. അപ്പൊ അതായിരിക്കാൻ സാധ്യത ഉണ്ട്. ആയിക്കോട്ടെ, എന്നിട്ട് കിടന്ന് നീ പോണില്ലേ? നീ പോ. ഇനി രാത്രിയിൽ ഒന്നും ശല്യപ്പെടുത്തില്ലേ? ഓക്കെ. ശരിക്കും ആ കട്ടിലേക്ക് എന്താ സംഭവിക്കുന്നത്? അതിനൊരു കഥയുണ്ട്. അതെന്താ ഒന്ന് കേൾക്കട്ടെ. അത് പണ്ട് മരംവെട്ടുകാരൻ രാമന് ഒരു മോളുണ്ടായിരുന്നു, പേര് രമ. മരം വെട്ടിക്കൊണ്ടിരുന്ന പൈസ കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് രാമുവിന് നടുവേദനുണ്ടായി. അവൻ രാമുവിന് ജോലിക്ക് പോകാൻ പറ്റാതെ. ആ സമയത്താണ് രമയുടെ കല്യാണം വന്നത്. രാമുവിന് രമയ്ക്ക് കൊടുക്കുവാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കോടാലിയും പിന്നെ ഒരു കട്ടിലും മാത്രമേ ഉണ്ടായിരുന്നു. സത്യത്തിൽ ആ കട്ടിൽ രാമുവിന്റെ മുത്തച്ഛൻ അദ്ദേഹത്തിന്റെ പത്നിയുടെ വേർപാടിൽ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ആ കട്ടിലിന് ദാശാനി കട്ടിൽ എന്നൊരു പേരുണ്ട്. അന്ന് ആ രാമുവിന്റെ മുത്തച്ഛൻ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു, ഈ കട്ടിലിൽ അവരുടെ കുടുംബത്തിലല്ലാതെ വേറെ ആര് കിടന്നാലും അവർക്ക് സ്വസ്ഥ സമാധാനം ഉണ്ടായില്ലെന്ന്. അങ്ങനെ ഇത് കറങ്ങി തിരിഞ്ഞ് അവസാനം നമ്മുടെ ആക്രമണത്തിലെത്തി. അതല്ലേ ഈ കട്ടിലിന്റെ കുഴപ്പം. പക്ഷെ മരവെട്ടുകാരൻ തടിക്കട്ടിലല്ലേ ഉണ്ടാക്കൂ. മാറ്റില്ല. നീ താരുണ്ട് അവനെ പോത്തൂത്തിയപ്പോഴാണ് അറിയത്തില്ല. നീ നമ്മൾ ഓരോ മാസവും കയറി നമുക്ക് നമ്മുടെ കാര്യം. ജോയിൻ ചെയ്ത സമയത്ത് എന്റെ കൂടെ ആയതുകൊണ്ട് നിങ്ങളെന്നെ കാണിക്കണം. നിതീഷ ഇതാണ് കട്ടില്. ഇതാണ് കട്ടില്. എന്റെ പൊന്നു നിതീഷ ഇതാണ് കട്ടില്.
ഇനി എനിക്കൊരു കാര്യം പറയാം. എന്റെ ഫോണൊന്ന് തിരിച്ചാണ്. എത്ര പ്രാവശ്യമാണ് എന്റെ കല്യാണം എന്റെ ഫോൺ വിളിച്ചത്. അവളുടെ കയ്യിൽ പൈസ ഇല്ലാത്ത കാരണം മിസ് കോള് മാത്രമേ തന്നു. അന്നേരം നിങ്ങൾ പിടിസോമാ കട്ടില് അവള് നിന്റെ ഭാര്യയൊന്നുമല്ലല്ലോ, കാമുകയല്ലേ. അതിനെന്താടാ? എന്നാലും എന്നെ വന്നിട്ടാണ് നിന്നെയൊക്കെ പ്രേമിച്ചത്. എടാ എന്റെ പേഴ്സണാലിറ്റി മല ഇത് വന്ന് കിടക്കുകയും ചെയ്യും, അവന്റെ പണിയും പോകും. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഇവരുടെ അതൊക്കെ വീട്ടിൽ പുന്നാര മക്കളെ അന്ന് താഴ്ചനും വിജയം കൂടി അടിപൊളി തോന്നിയില്ലായിരിക്കും. അന്ന് ഇങ്ങനെ ഒരു ഷെട്ടിയുടെ പേരും പറഞ്ഞിട്ട് അവന്മാർ അടിപൊളി കമ്പനി അവന്മാരെ ടെർമിനേറ്റ് ചെയ്തു. നീ എന്റെ കവചമംഗലം കണ്ടിരുന്നോ? എന്താ ഓ, നിനക്ക് മലയാളത്തിൽ ഭാഷ പരിജ്ഞാനത്തെ ഞാൻ മറന്നു. എന്റെ ഷഡ്ഡി അടിക്കുന്നോന്ന്. ഷഡ്ഡി? ഓ, അത് നിന്റെ ആണല്ലേ? അത് ധാരാളം. ഞാൻ അലക്കിയിരുന്ന ഷഡ്ഡി നീ വലിച്ചെറിഞ്ഞോ? എങ്ങനെ? വീട്ടിൽ നീ എന്ത് ചെയ്യും? നീ ആരാ? ആരെയും കുറിച്ച് വെള്ളം കുടിക്കില്ല. എന്തിന് മുടി വെട്ടാൻ ബാർബിക്ക് പോകില്ലേ? വീട്ടിൽ ആ ടർക്കി കോപ്പും ജീപ്പൊക്കെ തന്നെ വേണം. പിന്നെ മീനു, നിനക്ക് ആഹാരമൊന്നും വേണ്ടേ? ഞാൻ വന്നോളാമേ, കഴിയാറായി. നീ എന്ത് ബുക്കാ വായിക്കണേ, പ്രേതകൻ? അല്ല അമ്മേ, അതെ ഞാൻ വരിക. എന്നാ വാ. അങ്ങനെ അവർ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ഒടുവിൽ മനുവിന് മാനേജറുടെ മുന്നിൽ ഉത്തരം പറയേണ്ടതായി വന്നു. മനു, എനിക്ക് ഒരു എക്സ്പ്ലനേഷൻ കേൾക്കട്ടെ. 17 പ്രൊജക്റ്റ് ആണ് തന്റെ അടുത്ത് മലയാളത്തിൽ ഞാൻ പറഞ്ഞു 9:30 മണിക്കുള്ള മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെന്ന്. താനത് അറ്റൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് എന്താണ് പറയാനുള്ളത് മനു? 3.5 വർഷമായി താങ്കളുടെ വർക്ക്. 3.5 വർഷം. എനിക്ക് മനു ഇതൊന്നും എനിക്ക് കേൾക്കണ്ട മനു. പ്ലീസ്, എനിക്ക് ഒന്നും കേൾക്കണ്ട. എനിക്ക് ടോപ്പ് ലെവൽ ആൾക്കാരോട് മറുപടി പറയേണ്ടത്. ഐ ആം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. മനു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മനു. എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് പോവാം. അതല്ലാതെ എനിക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്ലീസ് ഗെറ്റ് ഔട്ട് മൈ ഓഫീസ് പ്ലീസ്. ഇന്നലെ എന്തോ കള്ളക്കളി കാണിച്ചല്ലോ. എന്റെ പ്രായമുള്ളതല്ലേ? പൈസ ഇവിടെ അക്കാമഡേഷനിലെ പുതിയ സ്റ്റാഫ് വരണം. ഒന്ന് പൊടിയൊക്കെ തട്ടിയിടന്ന് വിചാരിച്ചു. എന്ത് പറ്റി?
മനുവിന്റെ മുഖത്തൊരു വല്ലായ്മ. ചേട്ടൻ അറിഞ്ഞില്ലല്ലോ 17 പ്രോജക്റ്റിന്റെ കാര്യം. ഞാനായിരുന്നു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. പോകാൻ പറ്റില്ല. എപ്പോഴും കാണാം. ഞാൻ പോവാം. അല്ല ഇവൻ ഇത്ര സങ്കടപ്പെടാൻ കാരണം ഇവനല്ലേ? ചിലപ്പോ മറ്റവന്മാരായിരിക്കും. അവന്മാർക്ക് അതിനുള്ള ഞങ്ങൾക്ക് വിട്ടില്ല. ഇവൻ തന്നെ കൊള്ളാൻ ഇത് നോക്കണം. വിരിഞ്ഞിരുന്നു. ശരി മനു, എല്ലാം ശരിയാവും. സമയത്തിന്റെ ഇതൊക്കെ ഉണ്ടായിരിക്കാം ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ശരി പോയി വാ. കാര്യങ്ങളൊക്കെ അറിയാമോ? എനിക്കറിയാം നിങ്ങളുടെ ദേഷ്യം. നിങ്ങളെ ബുദ്ധിപ്പിച്ചതിന്റെ പണിയായിരിക്കും. അങ്ങനെ പറയരുത്. നല്ല ജോലിയുടെ പാവട്ടെ ഞങ്ങൾ കാണാം. അതെല്ലാം മറന്നു. ശരി, എവിടെ താമസിക്കണം? ഇതൊക്കെ തന്നെ നമ്മളെ ശരിയാ. നീ വിളിച്ചു പറയണ അവന്മാരെ. എടാ നിതീഷ, എടാ നീ എഴുന്നേറ്റാ. എടാ അവൻ പോരാ. എടാ അവൻ പോയി, മനു പോയി. ആ മനു, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്. ഓക്കെ മനു, ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കമ്പനി ഒരു ബിഗ് പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യാണ്. 22 crore. ഇറ്റ്സ് എ ബിഗ് പ്രോജക്ട്. ഓക്കെ, നമുക്ക് ഒരു കാരണവശാലും അത് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഒത്തിരി കമ്പനികൾ അത് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് നമുക്ക് തന്നെ ആയിരിക്കും. ഇന്ന് March 27, April 1 ഒരു മൾട്ടിനാഷണൽ കമ്പനി നമുക്ക് 17 crore ഒരു പ്രോജക്ട് ട്രിവാൻഡ്രത്ത് വെച്ച് സൈൻ ചെയ്യുന്നു. ബട്ട് എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വേറെ സ്ഥലത്ത് പോകേണ്ട അത്യാവശ്യമുണ്ട്. സോ എന്റെ അഭാവത്തിൽ മനു അവിടെ പോകണം. ആ ഒരു പ്രോജക്ടിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്യണം. വെരി ഗുഡ്. April 1 morning 9:30 sharp. You should be there and sign the agreement. Sure, sir. You can do. Agreement ഇവിടെ ഉണ്ട്. Thank you, sir. കുറച്ച് കാര്യങ്ങളൊന്ന് കൺട്രോൾ ചെയ്യണം. ഓക്കെ, ഞാൻ എന്തായാലും സൈൻ ചെയ്യും. താങ്ക് യു. ശരി സാർ. ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു. നാളെ തന്നെ ഞാൻ ഇവിടെ നടക്കാം. അതെ, നിന്റെ സമയം തെളിഞ്ഞെന്ന് വിചാരിച്ചോ? നാളെ നമുക്കൊന്ന് കാണാം, ആ എഗ്രിമെന്റ് കൈമാറാം. ഓക്കെ, നാളെ തന്നെ ഡോക്യുമെന്റ്സ് കയ്യിലെത്തി ഞങ്ങളുടെ വാദങ്ങളൊക്കെ ഞാൻ കണ്ടുവച്ചു.
14 വർഷമായി അവൻ എനിക്ക് പണിയാൻ തുടങ്ങിയിട്ട്. കോളേജിൽ പഠിക്കുമ്പോഴും അവൻ ഹീറോ. എല്ലാവരുടെയും നാവിൽ ഒരേ ഒരു പേര് മാത്രം, വില്യം വില്യം വില്യം. എന്നാൽ നാളെ ആ പ്രൊജക്ട് എന്റെ കയ്യിൽ വന്നു ചേരുന്നു, റോസാരിയോ എന്ന പേര്. In this beautiful world, green grass, blue skies. In this beautiful. മോനെ വില്യമേ, നീ എന്താ പറഞ്ഞേ? ഞാൻ മീറ്റിങ്ങിന് പങ്കെടുക്കും. ഞാനും മീറ്റിങ്ങിന് പങ്കെടുക്കുന്നതിനും ഈ മീറ്റിങ്ങിന് പങ്കെടുക്കും. അപ്പോൾ മീറ്റിംഗ് പോകണം. പ്രോജക്റ്റ് കമ്പനിക്ക് കിട്ടുകയില്ല. പ്രോജക്റ്റ് എൻ്റെ പുതിയ പാർട്ണർ. എന്നെ ആരും വിളിക്കുകയോ വേണ്ട. Switch off. മനു കയറി വന്നപ്പോ വെട്ടു എന്നാ വിചാരിച്ചത്. പിന്നെ പുതിയ സ്റ്റാഫിന്റെയും വെട്ടിന്റെയും പേര് പറഞ്ഞ് രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രി തന്നെ അവന്മാരെ പൊക്കമായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗണിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അല്ല, ഈ മനുവിനെ കമ്പനിയിൽ നിന്ന് വിട്ടതല്ലേ? ഇവൻ ഈ വൈകുന്നേരം വരെ ഇവിടെ പോയി. എനിക്ക് എവിടെ പോകണമെന്ന് എങ്ങനെ അറിയാം? എന്തായാലും വില്യം സാറിനെ ഈ പേപ്പറിന്റെ പോലും വിളിച്ചറിയിച്ചേ പറ്റൂ. ഇവനെയൊക്കെ അങ്ങനെ കിട്ടാൻ പറ്റില്ല. എന്നോടെയാണ്. സാറേ, ഞാനാണ് ബോബി. ഞാൻ വിളിച്ചതേ, നമ്മൾ വിനിഞ്ഞാന്ന് സംസാരിച്ചില്ലേ? ഞാനും മനുവും സാറുമായിട്ട് ഇരുന്നപ്പോ ഒരു പ്രോജക്റ്റ് കയറി. ആ പേപ്പർ മനുവിന്റെ ബാഗിലുണ്ടായിരുന്നു. അതാണോന്നൊരു സംശയമുണ്ട്. പക്ഷെ എന്റെ കിട്ടിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് എനിക്ക് ആ ഡോക്യുമെന്റ് കിട്ടണം. അവനിട്ട് ഒരു പണി ഞാൻ കൊടുത്തോളാം. അത് പറയാൻ ഞാൻ വിളിച്ചത്. പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട്. ഞങ്ങളുടെ കമ്പനി ഡൽഹിയിൽ പുതിയൊരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ബോബിയാണ് അതിന്റെ അക്കോമഡേഷൻ മാനേജർ. അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിക്കണം. ഓക്കെ? ശരി. നിന്റെ ഭർത്താവ് എനിക്ക് വേണ്ടി പഞ്ചാബ് കട്ടില്ല. അല്ലാതെ നിങ്ങൾ വിചാരിക്കാൻ പോലെ യാതൊരു പ്രശ്നവുമില്ല. ഇതല്ലേ ഈ നാട്ടുകാരൻ പണ്ടുണ്ടാവുന്ന വെറും കെട്ടുകഥ. പ്രിയപ്പെട്ട കൂട്ടുകാരി, ഞങ്ങളുടെ ഒരു കൊച്ചു കൂട്ടായ്മയായ ഈ സിനിമ നിങ്ങളെ ഓരോരുത്തരെയും എത്രത്തോളം സ്വാധീനിച്ചു എന്നറിയില്ല. നിങ്ങളുടെ വിലപ്പെട്ട അരമണിക്കൂർ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി, നമസ്കാരം. കാഴ്ചകളല്ല കേൾക്കുന്ന കേൾവി വന്ന മനസ്സിന്റെ പേടിയതാണേ മനുജന്റെ ശാപമറിയുന്നു. അളിയ തട്ടില് അളിയ സോമ തട്ടില് സോമ തട്ടില് അളിയ. എത്രയും പെട്ടെന്ന് എനിക്ക് ആ ഡോക്യുമെന്റ് വേണം. മനുവിനെ കണ്ടുപിടിക്കുക. മലമേലെ നിൽക്കുന്നൂര് കടുകോളം താഴുന്നേരം കടുകോളം താങ്ങുന്നില്ല. പോയി മനുഷ്യൻ പോയോ?